നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. അനവധി കാരണങ്ങളുണ്ട് നമുക്ക് പല്ലുവേദനയ്ക്ക്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മണികണ്ഠൻ GR ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്, പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായിട്ട്. പല്ലുവേദനയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഡെന്റിസ്റ്റിന്റെ സേവനം എത്ര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പോൾ സാധാരണഗതിയിൽ പോട് വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോണപ്പഴുപ്പ് വന്നു കഴിഞ്ഞാലോ ഒന്നും ഒരു എമർജൻസി ഡോക്ടറെ കാണാനായിട്ട് പോകാറില്ല. സാധാരണഗതിയിൽ നമുക്ക് പറ്റുന്ന അസുഖമാണെങ്കിൽ കാഷ്വാലിറ്റിയിൽ പോകാതെ അല്ലെങ്കിൽ അടുത്ത ദിവസം OP-യിൽ പോയി കാണുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സാധാരണ ചെയ്യുന്ന കാര്യം. പക്ഷെ പല്ലുവേദനയുടെ കാര്യം അങ്ങനെയല്ല. നമുക്കത് വന്നു കഴിഞ്ഞാൽ അസഹനീയമാണ്. അതായത് നമ്മളത് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറോ ഒന്നും നിൽക്കില്ല. നമ്മൾ നേരെ ഡെന്റിസ്റ്റ് അടുത്തേക്ക് ഓടും. ആരാണ് അടുത്ത് കിട്ടുന്നത്, നേരെ ഡെന്റിസ്റ്റ് അടുത്തേക്ക് ഓടുന്നു. ഓടി പറഞ്ഞു, ഡോക്ടറെ ഈ പല്ലൊന്ന് ഇളക്കി തരണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി അത് അവിടെ വച്ചോണ്ടിരുന്നാൽ പറ്റൂല. ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പല്ലുവേദനയുടെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, പല്ലുവേദനയ്ക്ക് കാരണം നമുക്കറിയാം പല്ലുണ്ടാകുന്ന പോട്. അത് തന്നെയാണോ ഏറ്റവും മേജറായിട്ടുള്ള കാരണം? അതല്ലാതെ മറ്റേതൊക്കെ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്? തീർച്ചയായിട്ടും ഈ പല്ലുവേദനയെ പറ്റി നമ്മുടെ ലോകത്തിൽ പറയുന്നത്, ലോകത്തുള്ള ഒരുപാട് വേദനകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസവ വേദനയും കടത്തി വെട്ടുന്ന 2ാം സ്ഥാനത്താണ് ഈ പല്ലുവേദന വരുന്നത്. അതായത് നമ്മുടെ കാർഡിയാക് പെയിൻ ആയിട്ടുള്ള അഞ്ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയത്തിലേക്ക് നയിക്കുന്ന വേദന കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വേദനയായിട്ട് പറയുന്നത്. അത്രയ്ക്ക് അസഹ്യമായിട്ടുള്ള വേദനയാണ് പല്ലുവേദന എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാന അഭിലാഷ സൂചിപ്പിച്ചതുപോലെ പല്ലിലുണ്ടാകും ദന്തക്ഷയം കാരണം ഉണ്ടാകും. ദന്തക്ഷയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം എന്ന് പറയുന്നത് പല്ലിന്റെ ഏറ്റവും പുറമേ ഉള്ള ഒരു ലെയർ ആയിട്ടുള്ള ഇനാമലിനെ ബാധിച്ചിട്ട്, ഇനാമലിനെ ബാധിക്കുമ്പോൾ ചെറിയൊരു വെളുത്ത നിറത്തിൽ തുടങ്ങുന്ന പോട് പിന്നീട് ചെറിയൊരു കറുത്ത ഡോട്ടായിട്ട് മാറുകയും പതുക്കെ പതുക്കെ അത് അകത്തുള്ള ഡെന്റീനിലോട്ട് എത്തിയിട്ട് ഏറ്റവും ഉൾഭാഗത്ത് നമ്മുടെ പല്ലിലെ രക്തക്കൊഴിലുകളും ഞരമ്പുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പൾപ്പ്, ദന്തമജ്ജ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൾപ്പൈറ്റിസ് ആവുന്നത്. എപ്പോഴും നമ്മൾ പൾപ്പൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദന്തമജ്ജയെ ബാധിക്കുന്ന ആ ഒരു നീർവീക്കമാണ്. അപ്പോഴാണ് ശരിക്കും നമുക്ക് അസഹ്യമായിട്ടുള്ള വേദന തുടങ്ങുന്നത്. അതിന് തന്നെ നമ്മൾ പ്രധാനമായിട്ട് ഈ പൾപ്പൈറ്റിസ് ആണ് നമ്മൾ പുറമേ പറയുന്നത് പല്ലുവേദന എന്നാണെങ്കിൽ, അതായത് ടൂത്ത് ഏക്കാണെന്ന് കൂടി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലിനിക്കൽ ടേമിൽ അത് പൾപ്പൈറ്റിസ് ആണ്. അപ്പോൾ പൾപ്പൈറ്റിസ് പ്രധാനമായിട്ട് 2 രീതിയിലാണ് കടന്നു പോകാറ്. ഒന്ന് നമ്മൾ പറയുന്ന റിവേഴ്സിബിൾ ആയിട്ടുള്ള പൾപ്പൈറ്റിസും ഉണ്ട്, പിന്നെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളതും ഉണ്ട്. ഇപ്പൊ റിവേഴ്സിബിൾ ആയിട്ടുള്ള പൾപ്പൈറ്റിസിന്റെ തുടക്കമാണ് നമ്മൾ പലപ്പോഴും ആൾക്കാർ അതൊരു പുളിപ്പായിട്ടാണ് ഏറ്റവും ആദ്യം അനുഭവപ്പെടാറ്. പലപ്പോഴും നമ്മുടെ കാണാൻ വരുന്ന രോഗികൾ പറയുന്ന കംപ്ലൈന്റുകളിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന കംപ്ലൈന്റുകൾ ഒന്നാണ്, മിക്കവാറും അവർക്കൊരു നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വാട്ടർ എടുത്ത് കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ല ചൂട് ചായ കുടിക്കുന്ന സമയത്തേക്ക് ഒരു പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അതാണ് അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ ഈ റിവേഴ്സിബിൾ പൾപ്പൈറ്റിസ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വസ്തുവാണോ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ മധുരമായിരിക്കാം, ചില സമയത്ത് ഒരു ലഡു കഴിക്കുന്ന സമയത്തായിരിക്കും ഒരു പുളിപ്പായിട്ട് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ വേദന തോന്നുന്നത്. അപ്പം ആ പ്രശ്നം ഉണ്ടാക്കുന്ന മധുരമുള്ള കാരണമായിരിക്കാം, അല്ലെങ്കിൽ ചൂടുള്ള പദാർത്ഥമായിരിക്കാം, അല്ലെങ്കിൽ തണുപ്പായിരിക്കാം. അപ്പൊ എന്ത് കാര്യമാണോ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് അതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് പോകുന്നു എന്നുള്ളതാണ് ഈ റിവേഴ്സിബിൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഇറിവേഴ്സിബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളൂടെ കഴിയുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ചായ മാറ്റി കഴിഞ്ഞാലും കുറച്ചു നേരം കൂടി ആ ഒരു വേദന അവിടെ പെർസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. റിവേഴ്സിബിൾ ആയിട്ട് പൾപ്പൈറ്റിസിലോട്ട് പോകാറുണ്ട്. അതോടൊപ്പം തന്നെ രാത്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അസഹ്യമായിട്ടുള്ള വേദന, ആ സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കുമ്പോഴത്തേക്കും വേദന കൂടുന്നതായിട്ട് അനുഭവപ്പെടുക, മറ്റ് പല ഭാഗങ്ങളിലേക്ക് ചെവിയുടെ ഉൾഭാഗത്തേക്കും ഒക്കെ താഴോട്ടും ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അനുഭവപ്പെടുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പൾപ്പൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ദന്തക്ഷയം തന്നെയാണ് പല്ലുവേദന ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. ഈ പോട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പോട് തുടക്കത്തിലേ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല, റൂട്ട് കനാലോ വേറെ ഒന്നും ചെയ്യാതെ, ഇംപ്ലാന്റോ ഒന്നും ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടുത്തി വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പല്ലിന്റെ അതേ കളറിലുള്ള ഫില്ലിങ് വഴി നമുക്കത് പൂർണ്ണമായിട്ടും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് അറിയാം. പക്ഷെ പല ആൾക്കാരും, കൂടുതൽ ആൾക്കാരും എത്തുക ഇത് അതിനകത്തേക്ക് പോടിനെ ബാധിച്ചു, അത് നമുക്ക് വേറെ ഒന്നും റൂട്ട് കനാൽ അല്ലാതെ അല്ലെങ്കിൽ പല്ലെടുത്ത് മാറ്റുക അല്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത ഓപ്ഷനിലായിരിക്കും പലപ്പോഴും എത്തുന്നത്. ഇതിന് എന്താണ് നമുക്കിതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഡെന്റിസ്റ്റിനെ പോയി കാണുക എന്നുള്ളത് തന്നെയാണോ ഇതിനുള്ളൊരു ഓപ്ഷൻ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും തിരക്കുള്ള ജീവിത ശൈലിയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വർക്കിന്റെ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ 2 നേരം ബ്രഷ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ രാവിലത്തെ ഒരു തിരക്കിൽ ചിലപ്പോൾ ഒരു സെൽഫ് എക്സാമിനേഷൻ ചിലപ്പോൾ പോസിബിൾ ആണോ നിർബന്ധമില്ല. പക്ഷെ രാത്രിയിൽ പല്ല് തേക്കുന്ന സമയത്ത് ഒരു 1-2 മിനിറ്റ് സ്വന്തം വായ ഒന്ന് കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്യാനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വായിൽ തുടങ്ങുന്ന അതായത് പല്ലുകളിൽ കാണുന്ന കറുത്ത ഒരു സ്പോട്ടുകൾ ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഡോക്ടറിന്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ഡീപ്പായിട്ടുള്ള പോടായിട്ട് മാറി നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പൊ ഡീപ്പായിട്ടുള്ള പോട്ടിലോട്ട് പോകുമ്പോഴാണ് അത് റൂട്ട് കനാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിന് എപ്പോഴും ആ 3 ലെയറാണുള്ളത്, നമ്മുടെ ഇനാമലും ഡെന്റീനും പൾപ്പും. ഇനാമലും ഡെന്റീൻ എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ പുറകോട്ടുള്ളതാണെങ്കിൽ പണ്ടത്തെ കാലത്ത് നമ്മൾ അമാൽഗം എന്ന് പറയുമായിരുന്നു, നമ്മൾ വെള്ളി ഫില്ലിംഗ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പല്ലിന്റെ കളറായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. ഗ്ലാസ് ഐണോമർ സിമെന്റും കോമ്പോസ്റ്റ് തുടങ്ങി പല
രീതിയിലുള്ള ഡെന്റൽ ഫില്ലിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല്ലിന്റെ നിറത്തിലുള്ള വസ്തുക്കൾ വെച്ച് നമുക്ക് അടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് എപ്പോഴാണോ ഏറ്റവും ഉൾഭാഗത്തോട്ട് പോകുന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ അകത്തുള്ള അണുബാധ ഉണ്ടായിട്ടുള്ള ആ ഞരമ്പുകളെയും ബ്ലഡ് വെസലിനെയൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മളൊരു റബ്ബർ ആയിട്ടുള്ള ഗട്ടാപർച്ച എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അവിടെ അടച്ചെടുക്കുന്ന പ്രക്രിയയാണ് ശരിക്കും വേര് ചികിത്സ അല്ലെങ്കിൽ റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ അണപ്പല്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ 4 ഇങ്ങനെ കസ്പ് എന്ന് പറയാറുണ്ട്, 4 ഭാഗങ്ങളായിട്ടുണ്ട്. 4 മുളച്ചു നിൽക്കുന്ന ഭാഗം അല്ലെങ്കിൽ പൊന്തി നിൽക്കുന്ന 4 സ്ട്രക്ചറാണ് കസ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒക്കെ കസ്പുകൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ശക്തിയായിട്ട് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാറുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കി ഒരു പല്ലിന്റെ 75% ഭാഗവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ വരെ നമുക്ക് അതിന് സേവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ പോസ്റ്റ് ആൻഡ് കോർ എന്ന് പറയാറുണ്ട്. സാധാരണ നമ്മൾ ഈ കമ്പിയൊക്കെ ഇട്ടിട്ട് സ്ലാബ് വാർക്കുന്ന സെയിം ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. അതായത് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സാധാരണ രീതിയിൽ ഫില്ലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ താങ്ങി നിർത്താനായിട്ട് ഈ കസ്പ് ഇല്ലാത്തത് കൊണ്ട് ആദ്യം നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, അത് കാസ്റ്റ് എന്നുള്ള മെറ്റാലിക് ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഫൈബർ ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടതിന് ശേഷം അതിന്റെ പുറത്ത് നമ്മൾ നോർമലി കൊടുക്കുന്ന ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഒരു 90% പോയി കഴിഞ്ഞാൽ കൂടി നമുക്ക് ഒരു പരിധി വരെ തന്നെ അതിനെ സേവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഒരു ചെറിയ ഒരു അവസ്ഥയിൽ തന്നെ, അതായത് തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോംപ്ലക്സ് ആയ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ പല്ലുവേദനയുടെ പ്രധാന കാരണങ്ങൾ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. അത് പല്ലിനുണ്ടാകുന്ന പോട് അല്ലെങ്കിൽ ദന്തക്ഷയം തന്നെയാണ് എന്നും പറഞ്ഞു. ഇത് ദന്തക്ഷയം അല്ലാതെ മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ പല്ലുവേദനയുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും പല്ലുവേദന ഉണ്ടാക്കുന്ന കാരണങ്ങളെ പ്രധാനമായിട്ട് 2ആയിട്ടാണ് തരംതിരിക്കാറ്. ഒന്ന് പല്ലിന്റെ തന്നെ ഉണ്ടാകുന്ന കാരണം, ഒഡന്റോജനിക് കോസസ് എന്ന് പറയും, പല്ലിൽ തന്നെയുള്ള കാരണങ്ങൾ കാരണം ഉണ്ടാകുന്ന വേദനയാണ്. രണ്ടാമത്തത് പല്ലല്ലാതെ അനുബന്ധമായിട്ടുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന പല്ലിലോട്ട് വരുന്നതാണ്. ഈ പല്ലിലുമായിട്ട് ബന്ധമുള്ള വേദനയിൽ ഏറ്റവും പ്രധാനമാണ് ഈ ദന്തക്ഷയം. രണ്ടാമത്തത് നമ്മുടെ മോണരോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തമ്മിലുള്ള വേദനയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മോണരോഗം വരുന്ന ആൾക്കാർ വെച്ച് താമസിച്ചിട്ട് നമുക്ക് അവസാനത്തെ സ്റ്റേജിലായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഈ പല്ലുവേദന കാരണം ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ദന്തക്ഷയം കാരണം ഉണ്ടാകുന്ന പല്ലുവേദന എന്ന് പറയുന്നത് വളരെ അസഹ്യമായിട്ട് രാത്രി കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള വളരെ ത്രോബിംഗ് പെയിൻ എന്ന് പറയും, ഇങ്ങനെ കുത്തി വലിക്കുന്ന രീതിയിലുള്ള പെയിനാണ്. അതേസമയം നമ്മുടെ ഒരു മോണ വീക്കം കാരണം അല്ലെങ്കിൽ മോണ പഴുപ്പെന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ്. ശരിക്കും അത് വേദന എന്ന് തന്നെ പറയാനായിട്ടില്ല, ചെറിയൊരു അസ്വസ്ഥത എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു തരിപ്പ് അനുഭവപ്പെടും. ആ ഒരു ഭക്ഷണം കഴിച്ച സമയത്ത് അതിന് ശേഷം പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ വലിയ നമ്മുടെ ബുദ്ധിമുട്ടിയ രീതിയിലുള്ള ഒരു വേദന അവിടെ വരാറില്ല. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പറയും ക്രാക്ഡ് ടൂത്ത് എന്ന് പറയാറുണ്ട്. ചില ആൾക്കാരിലും പല്ലിങ്ങനെ വിണ്ട് കീറി ഇരിക്കാറുണ്ട്. അപ്പൊ ഈ ക്രാക്ഡ് ടൂത്ത് സിൻഡ്രോം കാരണം ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തു കടിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും. നമ്മൾ ആ കടി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ വേദന തന്നെ പോകുന്നതായിട്ടാണ് കാണപ്പെടാറ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ട്രോമ കാരണം, നമുക്ക് ഈ പറഞ്ഞ പോലെ പല്ല് എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത്, അത് ഈ ക്രാക്ഡ് ട്യൂത്തിനും ട്രോമയ്ക്കൊക്കെ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബൈറ്റിംഗ് സമയത്താണ്, എന്തെങ്കിലും കടിക്കുന്ന സമയത്ത് തോന്നുന്ന വേദനയും അല്ലാത്ത സമയത്ത് പക്ഷെ അത് മാറുന്ന സമയത്ത് വേദന കുറച്ച് കുറയുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓഡന്റോജനിക് അല്ലാതെ തന്നെ പല്ലുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും പല്ലിന്റെ ബാക്കി അനുബന്ധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദനയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഈ കടിക്കുമ്പോൾ നമ്മുടെ ജോയിന്റ് അവിടെയുണ്ട്, ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് എന്ന് പറയുന്ന ഒരു സന്ധി അവിടെയുണ്ട്. അപ്പൊ ആ സന്ധിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ നമുക്കൊരു ഡെന്റിസ്ട്രിയുടെ ഒരു ശാഖയായിട്ട് വളർന്ന് വികസിക്കുകയാണ് ന്യൂറോ മസ്കുലാർ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. അത് നമ്മുടെ അനുബന്ധമായിട്ടുള്ള പേശികളിലെയും നാഡികളിലെയൊക്കെ പല അസുഖങ്ങളും ഈ പറഞ്ഞതുപോലെ താടിയലിലോട്ടും പല്ലിലോട്ടും വേദന ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ആ ഒരു സിവിയർ ഒരു കണ്ടീഷൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തല ഒന്ന് അങ്ങോട്ടേക്ക് വെട്ടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിമുലസ് മതി, ചിലപ്പോൾ ഒരു ഇളം കാറ്റ് നമ്മുടെ ആ മുഖത്തോട്ടേക്ക് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരാളിപ്പോ ആണുങ്ങൾ പറഞ്ഞ ഷേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് അവിടെ തൊടുമ്പോൾ തന്നെ ഒരു പെയിൻ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതും ചിലപ്പോൾ ആ ഒരു പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അത് യൂണിലാറ്ററൽ എന്ന് പറയാറുണ്ട്, അത് ഒരു സൈഡിൽ മാത്രമാണ്. അപ്പൊ ആ സൈഡിലെ പല്ലുകളിലോട്ടും ആ വേദന വ്യാപിക്കാറുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സൈനസൈറ്റിസ് കാരണം അല്ലെങ്കിൽ ENT റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കാരണമുള്ള ചില അസുഖങ്ങൾ കാരണവും ഈ പറഞ്ഞതുപോലെ പല്ലിലേക്ക് വേദന വരാറുണ്ട്. പിന്നെ നമ്മൾ അധികം ഒന്നും ചിന്തിക്കാത്ത മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് റഫേർഡ് പെയിൻ ചിലപ്പോൾ വരാറുണ്ട്. തിരിച്ച് കാർഡിയാക് പെയിൻ വരെ ഇവൻ നമ്മുടെ ജോസിലോട്ട് വരുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹൃദയാഘാതത്തിന്റെ ലക്ഷണം പലപ്പോഴും നമ്മുടെ ഈ ഷോൾഡറിലോട്ടും കൈകാലുകളിലോട്ടും ഒക്കെ ഈ വേദന വ്യാപിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാൻഡിബിളിലോട്ട് അല്ലെങ്കിൽ കീഴ്ത്താടിയിലോട്ട് വേദന വരുന്നത് വായൊക്കെ പരിശോധിച്ചിട്ടും അല്ലെങ്കിൽ ENT കാര്യങ്ങളെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കീഴ്ത്താടിയിൽ പെയിൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി നമ്മുടെ ഒബിസിറ്റിയും അത്തരത്തിലുള്ള വേസ്റ്റ് സർക്കംഫറൻസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ചിലപ്പോൾ അത് ഈ പറഞ്ഞ ഒരു കാർഡിയാക് പ്രോബ്ലത്തിനും കൂടെ വഴിതെളിക്കുന്നതായിരിക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% മാത്രമേ ഉള്ളൂ അത് ഒരു ഇങ്ങനത്തെ ഒരു നോൺ ഡെന്റൽ കോസ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം മിക്കവാറും തന്നെ 90% ഈ പറഞ്ഞ പല്ലുമായിട്ട് അല്ലെങ്കിൽ അനുബന്ധ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ തന്നെ ആയിരിക്കും. ഈ പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പല്ല് വേദന വന്നു, പോട് വന്നു, അതിനുള്ള ചികിത്സ പലപ്പോഴും എക്സ്പെൻസീവ് ആവാറുണ്ടെന്ന് വെച്ചാൽ ഡോക്ടറെ പോയി കാണുന്നു, അത് നമുക്കത് പോട് അടച്ച് അത് സംരക്ഷിക്കാനായിട്ട് സാധിക്കില്ല, ആ റൂട്ട് കനാലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് അത് റൂട്ട് കനാലിലേക്ക് പോകാനായിട്ടുണ്ടാകുന്ന
സാഹചര്യങ്ങൾ പല ആൾക്കാർ ചോദിക്കും, നമുക്ക് പല്ലുണ്ട്, ബാക്കി സ്ട്രക്ചറൂടെ നമുക്ക് അടച്ചെടുത്തുകൂടെ, എന്തുകൊണ്ട് അടച്ചുവെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നമ്മുടെ പല്ലിന്റെ ഔട്ടർ ആയിട്ടുള്ള ലെയറിനെ വിട്ടിട്ട് അകത്തോട്ടേക്ക് എപ്പോഴാണ് അണുബാധ എത്തുന്നത് അപ്പോഴാണ് നമ്മൾ ശരിക്കും റൂട്ട് കനാലിലോട്ട് പോകുന്നത്. ഈ റൂട്ട് കനാലിലോട്ട് നയിക്കുന്നതിന് തീരുമാനിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ പല്ലിൽ പല രീതിയിൽ അണുബാധ വരാറുണ്ട്. സാധാരണ നോക്കിക്കഴിഞ്ഞാൽ പല്ലിന്റെ വേരിൽ തുടങ്ങുന്ന അണുബാധയുണ്ട്, മോണയിൽ നിന്ന് തിരിച്ചു വരുന്ന അണുബാധ. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ബന്ധമുണ്ട്. നമ്മളതിനെ എൻഡോപെരിയോ ലീഷൻ എന്ന് പറയാറുണ്ട്. അതായത് ചില ആൾക്കാരിൽ നമ്മുടെ അണുബാധ തുടങ്ങുന്നത് വേരിന്റെ അറ്റത്തു നിന്നായിരിക്കും. വേരിന്റെ അറ്റത്തു നിന്നുള്ള അണുബാധ വേര് വഴി അകത്തോട്ടേക്ക് കയറിയിട്ട് പല്ലിൽ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാറുണ്ട്. അതായത് പുറത്തുനിന്ന് അകത്തോട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ട്. തിരിച്ച് സംഭവിക്കുക, അതായത് നമ്മുടെ വേരിന്റെ, അതായത് നമ്മുടെ മോണരോഗം കാരണം ഉണ്ടാകുന്ന അണുബാധ ഈ വേരുകൾക്കിടയിൽ നിന്ന് തിരിച്ച് വേരിന്റെ അറ്റത്തോട്ടേക്കും പോകാറുണ്ട്. അത് നമ്മൾ പ്രൈമറി പെരിയോ എന്ന് പറയാറുണ്ട്. ആദ്യം പറഞ്ഞ കേസ് പ്രൈമറി എൻഡോ എന്ന് പറയാറുണ്ട്. അപ്പോൾ രണ്ട് കേസിൽ ഈ പറഞ്ഞ പോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് അത് തടയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ പ്രൈമറി പെരിയോ കേസുകളിൽ മിക്കവാറും അതിനോടൊപ്പം തന്നെ മോണ തുറന്നുകൊണ്ട് നമ്മുടെ മോണയ്ക്ക് ചെയ്യുന്ന സർജറി ആയിട്ടുള്ള ഫ്ലാപ്പ് സർജറി കൂടെ ചെയ്യണം. അതായത് മോണ തുറന്നുകൊണ്ട് അവിടെയുള്ള ഈ പറഞ്ഞ പോലെ അണുബാധ ഉണ്ടാക്കുന്ന ചില നമ്മൾ ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് പറയാം, അത്തരത്തിലുള്ള ചില ചതകളൊക്കെ നമ്മൾ മാറ്റി, അത്തരത്തിലുള്ള ദശകൾ ഉണ്ടാവും ഈ പറഞ്ഞ രീതിയിൽ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആൾക്കാർക്ക് പെയിനോടൊപ്പം തന്നെ ചിലപ്പോൾ മോണയിൽ നിന്ന് ഈ പറഞ്ഞ രക്തസ്രാവം, അതോടൊപ്പം തന്നെ ചിലപ്പോൾ ചില രീതിയിലുള്ള വേദനയും അമിതമായിട്ടുള്ള ചില സ്മെല്ല്, വായുനാറ്റമൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്ത് കളഞ്ഞാൽ ചില കേസുകളിൽ മോണരോഗത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരാറുണ്ട്, അതോടൊപ്പം തന്നെ റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കേസിൽ നമ്മളിപ്പോൾ നന്നായിട്ട് ഒരു പല്ല് പോയ കേസിൽ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തെയും പല്ലുകൾ ചേർത്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ബ്രിഡ്ജസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള പാർഷ്യൽ ഡെഞ്ചർ കൊടുക്കാറുണ്ട്. അപ്പൊ ആ സമയത്തും ചിലപ്പോൾ നമ്മൾ പറയും തൊട്ടടുത്ത പല്ലുകൾ റൂട്ട് കനാൽ ചെയ്യാതെ അവിടെ ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അണുബാധ വന്നു കഴിഞ്ഞാൽ അവിടെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി ചില കേസിൽ നമ്മളായിട്ട് തന്നെ അതിന് ശരിക്കും ഇൻഡിക്കേഷൻ ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു ക്രൗൺ വെക്കുന്നതിന്റെ ഫലമായിട്ട് പിന്നീട് വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തന്നെ ഒരു RCT ചെയ്യാറുണ്ട്. ഹെൽത്തി ടൂത്ത്, നമ്മളതിന് ഇന്റൻഷണൽ RCT എന്ന് പറയും. അതായത് നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അതായത് പിന്നീട് ചിലപ്പോൾ ഈ ക്യാപ്പ് ഒക്കെ വെച്ചതിന് ശേഷം അതിന് പിന്നെയും പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് വെച്ച ക്യാപ്പ് ചിലപ്പോൾ ഊരി എടുക്കേണ്ടി വരിക. ചില കേസുകളിൽ ഊരി എടുക്കുന്ന സമയത്ത് അത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കേസിൽ ചിലപ്പോൾ നമ്മൾ ലൈവ് ആയിട്ടുള്ള ടൂത്ത്, ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് തന്നെയും ചിലപ്പോൾ RCT ചെയ്യാറുണ്ട്. അപ്പൊ ഇത് തീരുമാനിക്കുന്നതിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ വൈറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു പരിശോധന ഉണ്ട്. അതായത് പല്ല് ലൈവ് ആണോ ഡെഡ് ആണോ എന്നാണ് തീരുമാനിക്കുന്നത്. വൈറ്റാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ കോൾഡ് ടെസ്റ്റ്, ഹീറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറയുമായിരുന്നു. ഐസ് ക്യൂബുകളൊക്കെ വെച്ചിട്ട്, അതായത് നോർമൽ ആയിട്ട് ആരോഗ്യമുള്ള ജീവനുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വരുമ്പോൾ തന്നെ പല്ല് റെസ്പോണ്ട് ചെയ്യും. ഡെഡ് ആയിട്ടുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചൂട് കൊടുത്താലും അല്ലെങ്കിൽ തണുപ്പ് കൊടുത്താലും ആ പല്ലിന് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പൾസ് ടെസ്റ്റർ ആണ്. അപ്പൊ ഇത് നമ്മുടെ പല്ലിന്റെ റെസ്പോൺസ് അനുസരിച്ച് നമ്മുടെ അതിനകത്തൊരു മീറ്ററും ഉണ്ടാവും. നമ്മുടെ വണ്ടിയിലൊക്കെ ഇതുപോലെ സ്പീഡോ മീറ്റർ ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നമ്മളൊരു കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പല്ല് കറക്റ്റായി ഡിഫ്ലക്ട് ചെയ്യും. അതേസമയം ഡെഡ് ആയിട്ടുള്ള ടൂത്ത് ആണെങ്കിൽ നമ്മൾ കറണ്ട് കൂട്ടി കൊടുക്കുന്നതോറും പക്ഷെ പല്ലിന് വലിയ ആ മീറ്ററിൽ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആ പല്ല് ലൈവ് ആണോ ഡെഡ് ആണോ. അപ്പൊ ഡെഡ് ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തത്തുല്യമായിട്ടുള്ള പ്രൊസീജിയർ ആയിട്ട് പൾപ്പെക്ടമി ചെയ്യാറുണ്ട്. അത് കുട്ടികളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് പോകാനുള്ള പല്ലുകളാണ്, പാൽപ്പല്ലുകൾ. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഗട്ടാപ്പറച്ച വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ ഒരു റബ്ബർ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ആ പല്ല് ചിലപ്പോൾ പൊഴിഞ്ഞു പോയാലും ആ മെറ്റീരിയൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. അവിടെ ആ പല്ലിനോടൊപ്പം തന്നെ പൊഴിഞ്ഞു പോകുന്ന സിങ്ക് ഓക്സൈഡ്, യൂജിനോൾ എന്ന് പറഞ്ഞ സിമെന്റുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പല്ലുവിനെ കുറിച്ച് ഓർമ്മ നമ്മുടെ ബ്രേക്കിന് തൊട്ട് മുമ്പായിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നത് പല്ലിന്റെ വൈറ്റാലിറ്റി, അതായത് പല്ലിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ ജീവൻ ഇല്ലാത്ത പല്ല് നമ്മൾ റൂട്ട് കനാൽ ചെയ്യണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് നമ്മൾ പല്ല് അടച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കില്ലേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴാണ് അണുബാധ ഏറ്റവും ഉത്ഭാഗമായിട്ടുള്ള നമ്മുടെ രക്തക്കൊഴിലുകളും ഞരമ്പുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഡെന്റൽ പൾപ്പിലോട്ട് എത്തുന്നത്, അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നീരും ഒക്കെ ആയിട്ട് സ്വെല്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ അണുബാധയുള്ള ഭാഗത്തിന് നീക്കം ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതൊരു 3 അപ്പോയിന്റ്മെന്റുകളായിട്ട് ഇപ്പം മിക്കവാറുള്ള കേസുകളിൽ സിംഗിൾ സിറ്റിംഗ് ആയിട്ടും ചെയ്യാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പ്രൊസീജിയറിനെ, ആ ഒരു പ്രക്രിയ നമുക്ക് 3 തരംതിരിക്കാൻ സാധിക്കും. ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്സസ് ഓപ്പണിംഗ് എന്ന് പറയും. അതായത് അവിടെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടതിന് ശേഷം അതിനകത്തുള്ള ഈ അണുബാധ ബാധിച്ചിട്ടുള്ള ആ ബ്ലഡ് വെസൽസിനെല്ലാം നീക്കം ചെയ്തിട്ട് നമ്മളൊരു മരുന്ന് വെച്ചിട്ട് അവിടെ ഫില്ലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ അപ്പോയിന്റ്മെന്റിൽ നമ്മൾ അതിന് കറക്റ്റ് ആയിട്ട് അതിനുള്ള പ്രത്യേക രീതിയിലുള്ള ഉപകരണങ്ങളുണ്ട്. അത് നമ്മൾ അതിന് മുമ്പായിട്ട് വർക്കിംഗ് ലെങ്ത് എന്ന് പറയാറുണ്ട്. അതായത് ഈ നമ്മുടെ പല്ലിന്റെ വേരിന്റെ നീളം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ വേരിന്റെ ഏറ്റവും അവസാനം വരെയുള്ള ഏറ്റവും ഇൻഫെക്ട് ആയിട്ടുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്ത് റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ വണ്ടിയൊക്കെ കഴുകുന്ന കൂട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇനി ഒരു പീസ് പോലെ
അതിന്റെ ഒരു പൾപ്പിന്റെ ഒരു അംശം പോലും അവിടെ ബാക്കിയില്ല എന്ന് ഉറപ്പുവരുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ തന്നെ പറയുന്നത് BMB എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ക്ലീനിങ് ആൻഡ് ഷേപ്പിംഗ്, ബയോ മെക്കാനിക്കൽ പ്രിപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ പ്രക്രിയയിലാണ് അവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ ആയിട്ടുള്ള ഗട്ടാ പർച്ച എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അടച്ചെടുക്കുന്നത്. അപ്പൊ പല്ലിന്റെ ആ ഒരു നമ്മുടെ സ്വന്തം പല്ല് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പല്ലും എല്ലുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ് അസ്ഥിബന്ധം അല്ലെങ്കിൽ പെരിഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചൂടിന്റെ ആ ഒരു ഫീല് കിട്ടാൻ സഹായിക്കുന്നത് ഈ നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഈ അസ്ഥിബന്ധമാണ്. പക്ഷെ നമ്മുടെ സ്വന്തം പല്ല് എടുത്തു കളഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ടൂത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെരിഡോണ്ടൽ ലിഗമെന്റ് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊപ്രിയോസെപ്ഷൻ ആണ് നമ്മൾ ഈ ഒരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും. അതേസമയം നമ്മുടെ തന്നെ സ്വന്തം പല്ല് റൂട്ട് കനാൽ ചെയ്ത് അവിടെ നിലനിർത്തിയിട്ട് ഒരു ക്യാപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പെരിഡോണ്ടൽ ലിഗമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പണ്ട് കിട്ടിയിരുന്ന അതേ ഫീല് തന്നെ. പക്ഷെ നമുക്ക് ആ പല്ല് ഡെഡായി കഴിഞ്ഞാലും നമുക്ക് ഈ പെരിഡോണ്ടൽ ലിഗമെന്റ് ഉള്ളതുകൊണ്ട് ചെറിയ തോതിലൊക്കെ ഈ പ്രൊപ്രിയോസെപ്ഷൻ കിട്ടാറുണ്ട്. പക്ഷെ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലരും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ പല്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടത്തോടിന്റെ കൺസിസ്റ്റൻസി ആവുകയാണ് ചെയ്യുന്നത്. അതിന് കട്ടിയില്ല. അവിടെ നമ്മൾ ശക്തിയായിട്ട് ഒരു ചോറിലൊരു കല്ല് കിടന്ന് നന്നായിട്ട് കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് നമ്മൾ പറയാറ് എപ്പോഴും ഈ പറഞ്ഞതുപോലെ അതിന്റെ പുറത്തൂടെ ഒരു ക്യാപ്പ് കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഫ്രണ്ടിലത്തെ പല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല്ലിന്റെ നിറത്തിലുള്ള സെറാമിക് ക്യാപ്പുകൾ പറയാറുണ്ട്. പുറകിലത്തെ പല്ലുകളാണ് അണപ്പല്ലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാപ്പാലും മതിയാവും. പക്ഷേ ക്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു ഫോഴ്സ് വരുമ്പോഴത്തേക്ക് അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം. ഹലോ, ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ ഡോക്ടർ. ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, 2-3 മാസത്തിന് മുമ്പ് പല്ലൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. ഒരു കോഡ് ഉണ്ടായിരുന്നു, ശരി, ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നീട് അത് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞു, അത് അടയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്താണ് സംശയം? എന്താണ് അത് ഇപ്പൊ അടയ്ക്കാതെ വെച്ചിരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാനാണ്. അല്ല, അത് ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആ പല്ലിന്റെ? നോക്കിയായിരുന്നു. അപ്പൊ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അത്ര ആഴത്തിലുള്ള പോടായതുകൊണ്ടായിരിക്കും അത് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയിട്ടും ഞാൻ നേരത്തെ ഈ കോളിൽ മുമ്പ് പറഞ്ഞിരുന്ന പോലെ വൈറ്റാലിറ്റി, രണ്ട് കാര്യങ്ങളാണ് നോക്കാറ്. പ്രധാനമായിട്ട് വൈറ്റാലിറ്റി, പല്ല് ഡെഡ് ആയിട്ടുണ്ടോ അതോ നോൺ വൈറ്റൽ അല്ലാത്ത അവസ്ഥയാണോ എന്ന് അറിയണം ആദ്യം. അത് നോക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്റേ എടുത്തിട്ട് എന്തുമാത്രം ആഴത്തിലാണ് കേട് വന്നിട്ടുള്ളതും കൂടെ അറിയാനുണ്ട്. അപ്പൊ ഡോക്ടർ കറക്റ്റ് ആയിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഴത്തിലുള്ള പോട ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ വെച്ച് താമസിപ്പിക്കാതെ റൂട്ട് കനാൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല ചെറിയ പോടായിരുന്നുണ്ടെങ്കിൽ ഡോക്ടർ നമ്മുടെ പല്ലിന്റെ നിറത്തിലുള്ള വസ്തു വെച്ച് അടയ്ക്കാന്ന് പറഞ്ഞേനെ. അല്ലാതെ അത് മൊത്തത്തിൽ പറിച്ചു കളഞ്ഞാൽ കുഴപ്പമുണ്ടോ? അല്ല, ഇപ്പൊ എത്ര വയസ്സുണ്ട്? 35. 35. അണപ്പല്ലാണോ? അതിന്റെ അടുത്തായിട്ട് വരും. അപ്പൊ സാധാരണ നമുക്ക് ഈ ഒരു യങ് ഏജിൽ 35 എന്ന് പറഞ്ഞാൽ വലിയ പ്രായമല്ലേ. ശരിക്കും നമുക്ക് ഈ റൂട്ട് കനാൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അത് ക്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പല്ലിനെ അവിടെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ എടുത്തു കഴിഞ്ഞാലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ ഒരു പല്ല് എടുത്തിട്ട് 3 മാസത്തിൽ കൂടുതൽ ഒരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുകളിലുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഗ്യാപ്പിലോട്ട് ഇറങ്ങി വരികയും പിന്നെ അവിടെ മോണരോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന് നല്ലത് റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ചെയ്ത് നമ്മുടെ സ്വന്തം പല്ലിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ നാളും കൂടെ ഒരു 10-20 വർഷം കൂടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ല, വേദന മാറും. റൂട്ട് കനാൽ നമുക്ക് വേദന ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ അതിന്റെ അകത്തുള്ള രക്തക്കൊഴികളും ഞരമ്പൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു അണുബാധയുള്ള ഭാഗം കംപ്ലീറ്റ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേദന വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്നാലും ചില കേസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10% ആൾക്കാരിൽ വരാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പുറത്ത് നിങ്ങൾ ഈ ക്യാപ്പ് ഇടാതെ ഫില്ലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഫില്ലിംഗ് ഇളകി പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 2 രീതിയിൽ അണുബാധ ഉണ്ടാവാറുണ്ട്. പുറത്തുനിന്ന് അകത്തോട്ടും അകത്തുനിന്ന് പുറത്തോട്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഫില്ലിംഗ് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കാതെ അത് ചിലപ്പോൾ ഇളകി പോയി കഴിഞ്ഞാൽ മറ്റുള്ള തൊട്ടടുത്ത പല്ല് നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോണരോഗം കാരണമൊക്കെ പിന്നീട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഡോക്ടർ പറയുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് അത് ക്യാപ്പ് ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഒരു 5% താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്യാതിരുന്ന റൂട്ട് കനാൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേദന, അസഹ്യമായിട്ടുള്ള വേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് കൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റു അവിടുന്ന് തൊട്ടടുത്ത പല്ലുകൾ അപ്പുറത്തെ ഇപ്പുറത്തെ പല്ലുകളിലോട്ട് മോണരോഗം വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ഒന്നുകിൽ അത് എടുത്ത് കളയുക അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക എന്നുള്ള 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം അടുത്ത് തന്നെ ചെയ്യുക. വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അണുബാധ മറ്റുള്ള ഭാഗത്തോട്ടും പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ല, പെയിൻ കില്ലർ ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. പെയിൻ കില്ലർ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്നേരത്തേക്ക് ഒരു ടെമ്പററി എഫക്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എത്ര നാൾ പെയിൻ കില്ലർ കഴിക്കാൻ പറ്റും? അങ്ങനെ അനാവശ്യമായിട്ട് പെയിൻ കില്ലർ കഴിക്കാനും പാടില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ കിഡ്നിയെയും ലിവറിനെയൊക്കെയാണ് ബാധിക്കുന്നത്. അപ്പൊ അത് നമ്മളൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് വിചാരിക്കുക ചെയ്യരുത്. നമുക്ക് ചെറിയ എന്തെങ്കിലും പെയിൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ളതല്ല അതിന്റെ ട്രീറ്റ്മെന്റ്. എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടെത്തി അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്.
അപ്പൊ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ആ പല്ല് തന്നെ നമുക്ക് അതിന്റെ അണുബാധ മാറ്റിക്കൊണ്ട് റൂട്ട് ക്യാനൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ സ്വന്തം പല്ല് തന്നെ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആ പല്ല് എടുത്ത് കളഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മോണയുടെ കണ്ടീഷൻ കൂടെ നോക്കിയിട്ടാണ് റിമൂവബിൾ ആണോ ഫിക്സഡ് ആണോ എന്നുള്ള രീതിയിലുള്ള ഡോക്ടർ ഡെഞ്ചർ തീരുമാനിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, മാഡത്തിന് സംശയം മാർക്കാണുമെന്ന് എന്നെ പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് പല്ലുവേദനയുമായി ബന്ധപ്പെട്ട്? ഇതാണ് ഒരുപാട് ആൾക്കാരുണ്ട് പല്ലുമായിട്ട് കൊണ്ട് നടക്കുന്നു, റൂട്ട് കനാൽ ചെയ്യണോ വേണ്ടേ എന്നുള്ള സംശയം. എന്താണ് ഡോക്ടർ കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും ആദ്യം പറയേണ്ടത് ഇപ്പൊ ഈ ഒരു കോളറിനോട് സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പെയിൻ കില്ലർ വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ ആന്റിബയോട്ടിക് സ്വന്തം ഇഷ്ടത്തിന് 5 ദിവസത്തേക്ക് വാങ്ങി കഴിക്കുക എന്നുള്ളതല്ല ശരിക്കും പല്ലുവേദനയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടെത്താനായിട്ട് അതിപ്പോൾ നമ്മൾ വെച്ച് താമസിപ്പിക്കാതെ തൊട്ടടുത്ത ഒരു ഡെന്റിസ്റ്റ്, ഡെന്റൽ കോളേജിലോ ഡെന്റൽ ഹോസ്പിറ്റലോ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്മുടെ അതിന്റെ ഒരു കാരണങ്ങൾ തേടി പോയി കഴിഞ്ഞാൽ അതിന്റെ 100-ൽ പരം കാരണങ്ങൾ കാരണം പല്ലുവേദനകൾ വരാറുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് കറക്റ്റായിട്ട് കണ്ടെത്തി ആ സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും പെട്ടെന്ന് അതിനുള്ള കറക്റ്റ് കാരണം കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം നമ്മുടെ കൈരളി ന്യൂസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, കൈരളി ന്യൂസ്, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@kairalitv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.